ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഹെയർ ഗ്രോത്ത് ചലഞ്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നല്ല നമ്മൾ തുടങ്ങുന്നത്, നാളെയാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മുടെ ചലഞ്ചിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, നമ്മൾ എങ്ങനെയൊക്കെയാണ് ചലഞ്ച് ചെയ്യുന്നത്, നമ്മൾ ചലഞ്ച് ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ എന്തെങ്കിലും സാധനങ്ങളൊക്കെ കരുതി വെക്കേണ്ടതുണ്ടോ, അതൊക്കെ കൂടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ നമ്മുടെ ഇന്നത്തത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കാരണം നമ്മൾ ഒരുപാട് ചലഞ്ച് വീഡിയോസ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നമ്മളൊരു ചലഞ്ച് ചെയ്യുന്നതെന്നൊക്കെ നിങ്ങൾക്ക് അറിയാം. പിന്നെ ഈ വീഡിയോ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫാമിലിയിൽ ഒരുപാട് മെമ്പേഴ്സ് പുതുതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ചിലപ്പോൾ ചലഞ്ച് ചെയ്യണമെങ്കിൽ അറിയില്ലായിരിക്കുമല്ലോ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. പിന്നെ ഈ ഒരു ചലഞ്ച് എനിക്ക് തോന്നുന്നു വിന്റർ സീസൺ മുതൽ നിങ്ങൾ ചോദിക്കാൻ തുടങ്ങിയതാണ് നമുക്കൊരു ഹെയർ ഗ്രോത്ത് ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാന്നുള്ളത്. ആ സമയത്ത് ഞാൻ കുറച്ച് തിരക്കായതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ചെയ്യാതിരുന്നത്. ഇപ്പം എന്തായാലും വിന്റർ ഒക്കെ കഴിഞ്ഞിട്ട് സമ്മർ ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് ചെയ്യാൻ പറ്റിയ പാക്കുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് എന്തായാലും ഒരു ഹെയർ ഗ്രോത്ത് ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഒരു കാര്യത്തിൽ ഞാൻ എന്തായാലും നിങ്ങൾക്ക് ഉറപ്പ് തരാം കേട്ടോ. ഈ ഒരു 30 ദിവസം കൊണ്ട് നിങ്ങൾക്കിപ്പോൾ ചെറിയ രീതിയിലുള്ള മുടി കൊഴിച്ചിലായിക്കോട്ടെ, താരൻ്റെ പ്രശ്നമായിക്കോട്ടെ, മുടി പൊട്ടിപ്പോകുന്ന പ്രശ്നമായിക്കോട്ടെ, സ്പ്ലിറ്റൻസ് അങ്ങനത്തെ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയെടുക്കാം കേട്ടോ. ഇപ്പോൾ മുടിക്ക് ഉള്ളില്ല, മുടി വളരുന്നില്ല എന്നുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഈ ഒരു മാസം കൊണ്ട് എന്തായാലും മാറ്റിയെടുക്കാം. നിങ്ങൾക്ക് വേറെ ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഇല്ലാതെ സാധാരണ രീതിയിലുള്ള മുടിയുടെ പ്രശ്നങ്ങളൊക്കെ ആണെങ്കിൽ ഈ ഒരു 30 ദിവസം കൊണ്ട് നമുക്ക് സിമ്പിളായിട്ട് മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഞാൻ പറഞ്ഞു തരുന്ന രീതിയിൽ തന്നെ നിങ്ങൾ ഫോളോ ചെയ്യണം. ഈ 30 ദിവസം നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ എന്തൊക്കെയാണോ വീഡിയോയിൽ പറയുന്നത് അത് മാത്രം നിങ്ങൾ ചെയ്താൽ മതി കേട്ടോ. എന്ന് വെച്ച് എല്ലാവരും നിർബന്ധമായിട്ട് ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. നിങ്ങൾക്ക് താല്പര്യമുള്ള ഹെയർ കെയർ ഒക്കെ ചെയ്യാൻ താല്പര്യമുണ്ട്, നമ്മുടെ ചലഞ്ച് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ആ രീതിയിൽ നിങ്ങളൊന്ന് ഫോളോ ചെയ്താൽ മതി. പിന്നെ ഞാൻ പറയുന്ന രീതിയിൽ തന്നെ ഫോളോ ചെയ്യാൻ ഞാൻ പറഞ്ഞു. എങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ, നിങ്ങൾക്ക് അത് സ്യൂട്ട് ആവുമോ, നിങ്ങളുടെ ഹെൽത്തിനെ അത് ബാധിക്കുമോ, അതൊക്കെ നോക്കിയിട്ട് മാത്രമേ നിങ്ങൾ ചെയ്യാൻ പാടുള്ളൂ. ചലഞ്ചാണ്, ഇന്ന ദിവസം ഇന്നത് തന്നെ ചെയ്യണം, അങ്ങനത്തെ യാതൊരു നിർബന്ധങ്ങളും കാര്യങ്ങളും ഒന്നും നമ്മുടെ ചലഞ്ചിൽ ഇല്ല കേട്ടോ. നിങ്ങൾക്ക് ഒരു ദിവസം ഇപ്പോൾ പാക്ക് ചെയ്യാൻ പറ്റിയില്ല, അന്നത്തെ ദിവസം വീഡിയോ അടുത്ത പാക്ക് മുതൽ നിങ്ങൾ ചെയ്തു തുടങ്ങുക. അങ്ങനെ നിർബന്ധങ്ങളും കാര്യങ്ങളൊന്നുമില്ല. എടുത്തൊരു കാര്യം ഞാൻ പറയാം, നിങ്ങളുടെ ആരോഗ്യം ശ്രദ്ധിച്ചിട്ട് മാത്രമേ നിങ്ങൾ പാക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പാടുള്ളൂ. പിന്നെ ഞാൻ ഏതൊരു ചലഞ്ച് തുടങ്ങുന്ന സമയത്ത് ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, നമ്മളിങ്ങനെ ചലഞ്ച് നമുക്കൊരു ഇൻസ്പിറേഷൻ കിട്ടാൻ വേണ്ടി പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ നമ്മൾ ഒരു മാസം കൊണ്ട് ഇത്ര മുടി വളർത്തിയെടുക്കാം അങ്ങനെയൊന്നും പറഞ്ഞുകൊണ്ടല്ല കേട്ടോ നമ്മൾ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ മുടിയുടെ പ്രശ്നങ്ങളെല്ലാം മാറ്റിയെടുത്തിട്ട് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ഇങ്ങനെ ഒരു ചലഞ്ച് ചെയ്യുന്നത്. പിന്നെ ഇങ്ങനെ ഒരു ചലഞ്ച് എന്നൊക്കെ പറഞ്ഞാലേ നമ്മൾ ചെയ്യുള്ളൂ. എനിക്കും ഇഷ്ടമാണ് കേട്ടോ ചലഞ്ച് ചെയ്യാൻ. കാരണം നമ്മൾ ചലഞ്ച് ഒക്കെ ആകുമ്പോൾ നമ്മൾ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യും. അങ്ങനെ തന്നെയാണ് നിങ്ങളെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് കമന്റിൽ എല്ലാവരും ഇങ്ങനെ ചോദിക്കുന്നത്. കമന്റിലൂടെ തന്നെ എല്ലാവരും പറയലുണ്ട്, നമ്മളിങ്ങനെ ചലഞ്ച് ആയിട്ട് എന്തെങ്കിലും അജി പറഞ്ഞു തരുമ്പോൾ മാത്രമേ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുള്ളൂ, അല്ലെങ്കിൽ ഹെയർ കെയറും കാര്യങ്ങളൊക്കെ ചെയ്യാൻ മടിയാന്നൊക്കെ കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ആ മടിയൊക്കെ മാറ്റി വെച്ചിട്ട് നമുക്ക് പറ്റുന്നത് പോലെ ഈ ഒരു 30 ദിവസം നമുക്ക് കറക്റ്റ് ആയിട്ട് ഒരു ഹെയർ കെയർ ഫോളോ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇനി അധികം ഞാൻ പറഞ്ഞു വലിച്ചു നീട്ടുന്നില്ല. അപ്പോൾ നമ്മുടെ ചലഞ്ചിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഞാൻ പറയാം. അപ്പോൾ നമ്മളൊരു 30 ഡേയ്സ് ഹെയർ ഗ്രോത്ത് ചലഞ്ച് ആണ് നമ്മൾ ചെയ്യുന്നത്. ഒരു 30 ദിവസത്തെ ഹെയർ കെയർ ആണ് കേട്ടോ. അപ്പോൾ ഈ 30 ദിവസത്തിൽ നമുക്ക് ഒന്നിടവിട്ട ദിവസങ്ങളിലാണ് നമുക്ക് വീഡിയോസ് ഉണ്ടാവുക. അപ്പോൾ ഞാൻ എപ്പോഴും പറയലുണ്ട്, ഡേ 1 കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും ചോദിക്കും ഡേ 2 എവിടെയെന്നുള്ളത്. അപ്പോൾ നമ്മൾ ഒന്നിടവിട്ട ദിവസങ്ങളിലാണ് വീഡിയോസ് ചെയ്യുക. അപ്പോൾ ഈ 30 ദിവസത്തിൽ 15 ഹെയർ പാക്ക് ആണ് കേട്ടോ നമുക്ക് ഉണ്ടാവുക. നമ്മൾ ഡെയിലി നമ്മുടെ മുടിയിൽ പാക്കുകളും കാര്യങ്ങളൊന്നും ചെയ്തു കൊടുക്കാറില്ല, ഒന്നിടവിട്ട ദിവസങ്ങളിലാണ് ചെയ്തു കൊടുക്കാറുള്ളത്. ആ പാക്ക് ചെയ്യുന്ന ദിവസം മാത്രമേ നമുക്ക് വീഡിയോ ഉണ്ടാവുള്ളൂ. പക്ഷെ നമ്മൾ ഈ 30 ദിവസം ഹെയർ കെയർ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്. ഡേ 1 നമ്മളൊരു ഹെയർ പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഡേ 3 ആണ് അടുത്ത ഹെയർ പാക്ക് ചെയ്യുന്നത്. അപ്പോൾ ഡേ 2 നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ എന്തായാലും ഡേ 1 വീഡിയോയിൽ ഞാൻ എന്തായാലും കറക്റ്റ് ആയിട്ട് പറഞ്ഞിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഈ 30 ദിവസം നിങ്ങൾ എന്തൊക്കെയാണോ ചെയ്യേണ്ടത്, മോർണിംഗ് ഹെയർ കെയർ ആയിക്കോട്ടെ, നൈറ്റ് ഹെയർ കെയർ ആയിക്കോട്ടെ, അതൊക്കെ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ ഞാൻ കറക്റ്റ് ആയിട്ട് ആ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ 30 ഡേയ്സ് ഹെയർ ഗ്രോത്ത് ചലഞ്ച് ആണ്. അതിനകത്ത് നമുക്ക് 15 ഹെയർ പാക്ക് ആണ് കേട്ടോ ഉണ്ടാവുക. പിന്നെ നമ്മുടെ വീഡിയോയുടെ സമയം നിങ്ങൾ മറക്കരുത്, നമ്മൾ ഉച്ചയ്ക്ക് 2 മണിക്കാണ് കേട്ടോ നമ്മുടെ വീഡിയോ വരെ. ഇപ്പോൾ പുതുതായിട്ട് വന്നൊരു കുറച്ച് പേരൊക്കെ ചോദിച്ചിരുന്നു ഏതാണ് സമയം, കറക്റ്റ് ആയിട്ട് ഒരു സമയം ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ വീഡിയോ എപ്പോഴും ഉച്ചയ്ക്ക് 2 മണിക്കാണ് നമ്മുടെ വീഡിയോ ഉണ്ടാവുക. പിന്നെ നമ്മൾ ചലഞ്ച് ഒക്കെ ചെയ്യുന്ന സമയത്ത് എല്ലാവർക്കും ഉള്ള ഒരു ഡൗട്ടാണ്, നമ്മളിങ്ങനെ ഡെയിലി ഹെയർ വാഷ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ എന്നുള്ളത്. അപ്പോൾ എൻ്റെ കാര്യം ഞാൻ പറയാം, ഞാൻ ഒന്നിടവിട്ട ദിവസങ്ങളിലാണ് കേട്ടോ മുടി കഴുകാറുള്ളത്. ഇങ്ങനെ ഹെയർ പാക്കുകളും കാര്യങ്ങളും ഉപയോഗിക്കുന്ന ദിവസമാണ് ഞാൻ മുടി കഴുകാറുള്ളത്. കാരണം ഞാൻ പുറത്തേക്കൊന്നും പോകുന്നില്ല, ഞാൻ വീട്ടിൽ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ. അപ്പോൾ നിങ്ങൾക്ക് ഡെയിലി ഹെയർ വാഷ് ചെയ്യുന്നവരാണെങ്കിൽ ഡെയിലി ഹെയർ വാഷ് ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. പിന്നെ ഹെയർ പാക്കുകളും കാര്യങ്ങളും നമ്മൾ പറഞ്ഞു തരുന്ന ആ ദിവസം മാത്രം നിങ്ങൾ ചെയ്താൽ മതി. അല്ലാത്ത ദിവസം നിങ്ങൾക്ക് വെറുതെ മുടി കഴുകുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഈ ഒരു സമയത്ത് പ്രത്യേകിച്ച് കേട്ടോ, കാരണം നല്ല ചൂടാണ്, വിയർപ്പൊക്കെ വരുന്ന ഒരു സമയമാണ്. അപ്പോൾ പുറത്തേക്കൊക്കെ പോകുന്നവരും ജോലിക്കൊക്കെ പോകുന്നവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി ഹെയർ വാഷ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെ അടുത്തായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഉപയോഗിക്കുന്ന ഹെയർ ഓയിൽ. അപ്പോൾ നിങ്ങൾ ഇന്ന ഹെയർ ഓയിൽ ഉപയോഗിക്കണം എന്ന് ഒരിക്കലും ഞാൻ പറയില്ല. ഞാൻ ഉപയോഗിക്കുന്നത് എൻ്റെ കരിഞ്ജീരകം കാച്ചിയ എണ്ണയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഏത് എണ്ണയാണോ ഉപയോഗിക്കുന്നത് അത് തന്നെ നിങ്ങൾ ഉപയോഗിക്കുക. ചലഞ്ചിൻ്റെ ഇടയിൽ ഓയിൽ മാറ്റാൻ നിൽക്കരുത്. കാരണം ഓയിലൊക്കെ മാറ്റിയിട്ട് നമുക്ക് പെട്ടെന്ന് ഹെയർ ഫോൾ വന്നു കഴിഞ്ഞാൽ നമുക്കത് അറിയാൻ വേണ്ടി പറ്റില്ല. നമ്മൾ പാക്ക് ഉപയോഗിച്ചതിൻ്റെ ആണോ അതോ ഓയിൽ ഉപയോഗിച്ചതിൻ്റെ ആണോ നമുക്ക് അറിയാൻ വേണ്ടി പറ്റില്ലല്ലോ. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഏത് ഹെയർ ഓയിൽ ആണോ ഉപയോഗിക്കുന്നത് അത് തന്നെ നിങ്ങൾ ഈ ഒരു ചലഞ്ചിൽ നിങ്ങൾ ഉൾപ്പെടുത്തിയാൽ മതി. അപ്പോൾ വേറെ ഇങ്ങനെ ഹെയർ ഓയിൽ ഉപയോഗിക്കണോ മാറ്റി ഉപയോഗിക്കണോ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഏതാണോ
ഉപയോഗിക്കുന്നത് അത് തന്നെ നിങ്ങൾ ഉപയോഗിക്കുക. പിന്നെ നമ്മുടെ ചലഞ്ചിൽ വേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ ഹെയർ ടോണറോ ഹെയർ സെറോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിക്കുന്നവരാണെങ്കിൽ അത് ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ എനിക്ക് പറയാനുള്ളത് നമ്മളിങ്ങനെ വാങ്ങിച്ച് ഉപയോഗിക്കുന്നതിനേക്കാളും നമ്മൾ സ്വന്തമായിട്ട് തയ്യാറാക്കിയത് ഉപയോഗിക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. ഇപ്പം നമ്മൾ റോസ്മേരി വാട്ടറൊക്കെ നമ്മളിപ്പോൾ വീഡിയോ ചെയ്തിട്ടുണ്ട്, ഒരുപാട് പേര് ഉപയോഗിച്ചിട്ട് റിസൾട്ട് ഉണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ റോസ്മേരി വാട്ടറൊക്കെ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, ടോണറായിട്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. മോർണിംഗ് ഹെയർ കെയറിലും നൈറ്റ് ഹെയർ കെയറിലും നിങ്ങൾ ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ ഹെയർ സെറം വീഡിയോ നമ്മൾ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ഉപയോഗിക്കുന്നവരാണെങ്കിൽ മോർണിംഗ് ഹെയർ കെയർ ചെയ്യുന്ന സമയത്തും നൈറ്റ് ഹെയർ കെയർ ചെയ്യുന്ന സമയത്തും ടോണർ ആയിക്കോട്ടെ ഹെയർ സെറം ആയിക്കോട്ടെ അത് നിങ്ങൾ ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മൾ ഏതൊരു ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും നിങ്ങൾ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ ചലഞ്ചിന് മുമ്പായിട്ട് എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിച്ച് വെക്കേണ്ടതുണ്ടോ, അതുണ്ടെങ്കിൽ മുൻകൂട്ടി പറയണേ എന്നുള്ളത്. അങ്ങനെ ഒരുപാട് സാധനങ്ങളൊന്നും ഇല്ല കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് എന്താ പറയുക, നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് ചെയ്യാനാണ് എനിക്ക് താല്പര്യം. കാരണം നമുക്ക് എല്ലാവർക്കും എല്ലാ സാധനങ്ങളും കിട്ടണം എന്നില്ലല്ലോ. മെയിനായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ചലഞ്ച് ചെറിയ പിള്ളേരൊക്കെ ചെയ്യുന്നുണ്ട്, ചെറിയ പിള്ളേർ പഠിക്കുന്ന കുട്ടികളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരോട് ഞാൻ എടുത്ത് പറയുകയാണ്, ഞാൻ ഈ പറയുന്ന സാധനങ്ങൾ നിങ്ങൾ ഇത് വീട്ടിൽ എന്തായാലും വേണം. വീട്ടുകാർക്ക് പറ്റുന്നില്ല എന്നാണെങ്കിൽ അത് ഇത് കിട്ടിയേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് നിർബന്ധമൊന്നും പിടിക്കരുത്, അവരെ ബുദ്ധിമുട്ടിപ്പിക്കരുത് കേട്ടോ. നമ്മൾ കാരണം അവർക്കൊരു ബുദ്ധിമുട്ടാവരുത്. അപ്പം നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഇത് വാങ്ങിച്ചു വെക്കുക, അല്ലെങ്കിൽ ഇതിന് പകരമായിട്ട് എന്തൊക്കെ ഉപയോഗിക്കുക എന്നുള്ളത് അന്നത്തെ വീഡിയോയിൽ ഞാൻ എന്തായാലും പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾക്ക് അതിന് പകരമായിട്ട് അത് ഉപയോഗിക്കാമല്ലോ. അപ്പോൾ എങ്കിലും കോമൺ ആയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ വേണം എന്നുള്ളത് ഞാൻ പറയാം. നമ്മുടെ ചലഞ്ചിൽ നമ്മൾ കരിഞ്ചീരകം ഒഴിവാക്കിയിട്ടുള്ള ഒരു കാര്യം നമ്മൾ ചെയ്യാറില്ല. അപ്പോൾ കരിഞ്ചീരകം നിങ്ങൾക്ക് വാങ്ങിച്ച് വെക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലതാണ്. പിന്നെ കരിഞ്ചീരകത്തിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് എള്ള് ഏറ്റവും നല്ലതാണ് കേട്ടോ. എള്ള്, പിന്നെ ഉലുവ, ഉഴുന്ന്, ചെറുപയർ, ഇതൊക്കെയാണ് നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങൾ. അപ്പോൾ ഈ ഒരു 5 സാധനങ്ങൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ കരുതി വെക്കുക. ഇല്ലാന്ന് വെച്ചിട്ട് വിഷമിക്കേണ്ട ആവശ്യമില്ല. ഇതിന് പകരമായിട്ട് എന്തൊക്കെ ഉപയോഗിക്കണം എന്നുള്ളത് ഞാൻ അന്നത്തെ വീഡിയോയിൽ എന്തായാലും പറഞ്ഞിരിക്കും. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ വിട്ടുപോയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ കാസ്റ്റർ ഓയിൽ ആണ് കേട്ടോ. കാസ്റ്റർ ഓയിൽ നിങ്ങളുടെ മുടിക്ക് സ്യൂട്ട് ആവുമെങ്കിൽ നിങ്ങൾ എന്തായാലും ഒരെണ്ണം വാങ്ങിച്ച് വെക്കുക. എന്തായാലും ഞാൻ പറയുന്നില്ല, പറ്റുമെങ്കിൽ എന്തായാലും ഒന്ന് വാങ്ങിച്ച് വെക്കുക. കാരണം കാസ്റ്റർ ഓയിൽ നമ്മുടെ മുടിക്ക് ഏറ്റവും ബെസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ എന്തായാലും ഞാൻ ചലഞ്ചിൽ ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ കാസ്റ്റർ ഓയിൽ ഉണ്ടെങ്കിൽ കാസ്റ്റർ ഓയിൽ, പിന്നെ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഹെയർ ഓയിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് ഹെയർ ഓയിൽ ആയിക്കോട്ടെ അത് നിങ്ങൾക്ക് നമ്മുടെ ചലഞ്ചിൽ ഉൾപ്പെടുത്തുന്നതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഇത്രയൊക്കെ സാധനങ്ങളേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഒരുപാട് സാധനങ്ങളൊന്നുമില്ല. ബാക്കിയൊക്കെ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് ഒപ്പിച്ചിട്ടൊക്കെ നമ്മുടെ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് കൂടുതലായിട്ടും വരുന്നൊരു കമൻറ്റ് ഞാൻ പറയാം. പിന്നെ ഇതൊക്കെ നിങ്ങൾ മുമ്പ് വീഡിയോ ചെയ്തിട്ടുള്ളതാണല്ലോ, പിന്നെയും ചെയ്ത വീഡിയോസ് തന്നെ ചെയ്തിട്ട് നിങ്ങൾ വെറും ഉടായിപ്പാണ് അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് കുറച്ച് 2-3 കമൻറ്റൊക്കെ ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട് കേട്ടോ. നമ്മൾ മുമ്പ് ചലഞ്ച് ചെയ്യുന്ന സമയത്ത് ഞാൻ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ എനിക്ക് അങ്ങനെയുള്ളവരോട് എനിക്ക് പറയാനുള്ളത്, നമുക്ക് എന്താ പറയുക, ചലഞ്ച് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ റിസൾട്ട് കിട്ടിയ പാക്കുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ചലഞ്ച് ചെയ്യുന്നത്. അങ്ങനെ ആകുമ്പോഴാണല്ലോ നമുക്ക് റിസൾട്ട് കിട്ടുക. അല്ലാണ്ട് നമുക്ക് എന്താ പറയുക, പുതിയ പാക്കുകൾ ട്രൈ ചെയ്യാൻ നമുക്ക് ഒരിക്കലും പറ്റില്ല. ചലഞ്ചിൽ ഒരിക്കലും അങ്ങനെ ട്രൈ ചെയ്യാൻ വേണ്ടി പറ്റില്ല. അല്ലെങ്കിൽ ഞാൻ എന്താ പറയുക, പുതിയ പാക്കുകൾ ചെയ്യുന്ന സമയത്ത് ഞാനിങ്ങനെ ട്രൈ ചെയ്ത് നോക്കും. എൻ്റെ മുടിയിൽ ചെയ്തിട്ട് നല്ലതാണെന്ന് തോന്നിയാൽ മാത്രമേ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുള്ളൂ. പക്ഷെ നമുക്ക് ചലഞ്ചിൽ ട്രൈ ചെയ്ത് നോക്കാനുള്ള സമയമില്ല. അപ്പം ഞാൻ എന്ത് ചെയ്യും, നമ്മുടെ പഴയ വീഡിയോസിൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടിയ പാക്കുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് അതൊരു ക്രമത്തിൽ ഓർഡറിൽ പിന്നെ എന്താ പറയുക എല്ലാം കൂടി സെറ്റ് ചെയ്തിട്ടാണ് നമ്മുടെ ഹെയർ ഗ്രോത്ത് ചലഞ്ച് നമ്മൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇത് ചെയ്ത പാക്കാണ്, ഇത് പിന്നെയും കാണിച്ചിട്ട് ഉടായ്പ ചെയ്യണം, അങ്ങനെ ഒരിക്കലും പറയരുത് കേട്ടോ. പിന്നെയുള്ള ഒരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ചലഞ്ച് ചെയ്യുന്നതിൻ്റെ തലേ ദിവസം അടുത്ത ദിവസം എന്താണ് ഇൻഗ്രീഡിയൻസ് വേണ്ടത്, എന്തൊക്കെ വെള്ളത്തിലിട്ട് വെക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമോ എന്നുള്ളതാണ്. ഞാൻ മുമ്പത്തെ ചലഞ്ച് വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ഏറ്റവും നല്ലത് എങ്ങനെയാണെന്ന് പറയുക, നമ്മൾ ഒന്നിടവിട്ട ദിവസങ്ങളിലല്ലേ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഒരു ദിവസം വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ദിവസം നിങ്ങൾ അത് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം അപ്പോൾ നിങ്ങൾക്ക് വെള്ളത്തിലേക്ക് ഇട്ട് വെക്കണമെങ്കിൽ ഞാൻ അന്ന് വീഡിയോ വന്ന ദിവസം നിങ്ങൾക്ക് വെള്ളത്തിലിട്ട് വെച്ചിട്ട് പിറ്റേ ദിവസം ചെയ്യാമല്ലോ. അങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഒരു ദിവസം ഞാൻ ചെയ്യുന്നു, അടുത്ത ദിവസം നിങ്ങൾ ചെയ്യുന്നു, പിറ്റേ ദിവസം ഞാൻ ചെയ്യുന്നു, അടുത്ത ദിവസം നിങ്ങൾ ചെയ്യുന്നു, അങ്ങനെ ചെയ്യുന്നതായിരിക്കും കേട്ടോ കുറച്ചും കൂടി നല്ലത്. ഞാനിങ്ങനെ പറയാൻ കാരണം, ഞാൻ തലേ ദിവസം എനിക്ക് പറഞ്ഞു തരാൻ ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആരും വീഡിയോ കാണില്ല. ഹെയർ പാക്ക് ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വെച്ചാൽ നിങ്ങളെ അറിയിക്കാതിരിക്കാൻ വേണ്ടിയിട്ടല്ല. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോസ് ആരും കാണില്ല. നമുക്ക് വീഡിയോസിന് വ്യൂ ഡ്യൂറേഷനൊക്കെ കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ യൂട്യൂബിൻ്റെ ഭാഗത്തുനിന്ന് ഒരു സപ്പോർട്ട് നമുക്ക് ഉണ്ടാവില്ല കേട്ടോ. അതുകൊണ്ടാണ് ഇതാരും പറയില്ല, ഞാൻ നിങ്ങളോടായതുകൊണ്ട് ഓപ്പൺ ആയിട്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. എനിക്ക് വേണമെങ്കിൽ ഇത് പറയാതെ വെക്കാം, പക്ഷേ യൂട്യൂബിൻ്റെ ആ ഒരു സപ്പോർട്ട് കുറയുന്നതുകൊണ്ടാണ് ഞാനത് പറയാത്തത്. എന്നെ മനസ്സിലാക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു ദിവസം ഞാൻ ചെയ്യും, അടുത്ത ദിവസം നിങ്ങൾ ചെയ്യുന്നതായിരിക്കട്ടെ കുറച്ചും കൂടി നല്ലത്. പിന്നെ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, നമുക്ക് ഫുഡിനെ കുറിച്ച്, ഹെയർ ഗ്രോത്തിന് സഹായിക്കുന്ന ഫുഡിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യുമോ എന്നുള്ളത്. അപ്പോൾ ചലഞ്ചൊക്കെ ആകുമ്പോൾ എല്ലാവർക്കും അത് അറിയാൻ താല്പര്യം ഉണ്ടാവുമെന്ന് എനിക്കറിയാം. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല കേട്ടോ. ഞാൻ എന്തായാലും നമ്മുടെ ചലഞ്ച് വീഡിയോൻ്റെ ഇടയിൽ ഫുഡിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ എന്തായാലും ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അതെന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ നമ്മുടെ ചലഞ്ചിനെ കുറിച്ച് പറയാനുള്ളത്. ഞാൻ ഒന്നും വിട്ടുപോയിട്ടില്ല എന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ ചോദിക്കാം കേട്ടോ. പിന്നെ ഒരു കാര്യം, നമ്മുടെ ചലഞ്ച് ചെയ്യാൻ താല്പര്യമുള്ളവർ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ എത്ര പേരുണ്ട് ചലഞ്ച് ചെയ്യാനൊക്കെ എനിക്ക് അറിയാൻ വേണ്ടി പറ്റുമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവർ എന്തായാലും കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതിനകത്ത് പഠിക്കുന്ന പിള്ളേരുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ ഇപ്പോൾ ഒരു എക്സാമിൻ്റെ സമയമാണ്. ഇപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ ചലഞ്ച് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം നിങ്ങൾക്ക് സമയം കിട്ടില്ല, അത് ഓർത്തിട്ടല്ല ഞാൻ പറയുന്നത്. കാരണം നിങ്ങളുടെ ഹെൽത്തിനെ അത് ബാധിക്കും. നമുക്ക് എക്സാം ആണ് മെയിനായിട്ട് വേണ്ടത്.
അപ്പോൾ നിങ്ങൾ എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ വെക്കേഷൻ ടൈമിൽ നമുക്ക് വേറൊരു ഹെയർ ഗ്രോത്ത് ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾ ചെയ്താൽ മതി. അപ്പോൾ അല്ല എക്സാം ഒന്നും ഇല്ല വീട്ടിലിരിക്കുന്നവരൊക്കെയാണ് നിങ്ങൾക്ക് ചലഞ്ച് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് 30 ദിവസത്തെ ഹെയർ ഗ്രോത്ത് ചലഞ്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു 30 ദിവസം കൊണ്ട് നിങ്ങളുടെ മുടിയിലുള്ള പ്രശ്നങ്ങളൊക്കെ മാറ്റിയെടുക്കാൻ പറ്റുന്ന എനിക്കൊരു വിശ്വാസം ഉണ്ട് കേട്ടോ. ആ ഒരു വിശ്വാസത്തോട് കൂടി തന്നെ നമുക്ക് ചെയ്യാം. അപ്പം ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞു എന്ന് വിചാരിക്കുന്നു. അപ്പം ഞാൻ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവാത്ത കാര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റിലൂടെ പറയാം കേട്ടോ. അത് മാത്രമല്ല നിങ്ങൾക്ക് ഈ ചലഞ്ചിനെ കുറിച്ച് എന്തെങ്കിലും സജഷൻസ് ഉണ്ട്, നമ്മുടെ വീഡിയോസിൽ എന്തെങ്കിലും മാറ്റം വരുത്തണം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റിലൂടെ പറയാം കേട്ടോ. ഉറപ്പായിട്ടും അത് ചെയ്യാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ നമ്മുടെ വീഡിയോസിൽ ഞാനത് തിരുത്തേണ്ട കാര്യമാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് തിരുത്തിയിരിക്കും. അങ്ങനെ എന്തെങ്കിലും സജഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റിലൂടെ പറയാം. പിന്നെ എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റിലൂടെ ചോദിക്കാം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ നമ്മുടെ ചലഞ്ചിനെ കുറിച്ച് പറയാൻ. ചലഞ്ചിന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു എന്ന് വിചാരിക്കുന്നു. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ പിന്നെ എന്തെങ്കിലും മനസ്സിലാവാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റിലൂടെ ചോദിച്ചാൽ മതി. ഞാൻ ഉറപ്പായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ ചലഞ്ച് വീഡിയോ ആയിട്ട് നമുക്കിനി നാളെ കാണാം.